എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. ആ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകറ്റപ്പെട്ടപ്പോൾ അവന്റെ മനസ്സിൽ, അവന്റെ ഉള്ളിൽ ഈ മൂലപാപങ്ങൾ പിശാച് നിക്ഷേപിച്ചു നൽകി. ഏതാണ് മൂലപാപങ്ങൾ? 7 മൂലപാപങ്ങൾ: അഹങ്കാരം, അസൂയ, കോപം, മോഹം, അലസത, മൂഢത. ഇതുപോലെയുള്ള 7 മൂലപാപങ്ങൾ. ഈ പാപങ്ങൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും രൂഢമൂലമാണ്. ഇത് ആദിമാതാപിതാക്കൾ വഴി, ജന്മപാപം വഴി ഓരോ മനുഷ്യരിലേക്കും നിക്ഷേപിച്ചു നൽകുന്നതാണ് ഈ മൂലപാപങ്ങൾ. ഈ മൂലപാപങ്ങളാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ആരും സ്വന്തമായി നേടിയതല്ല ഈ മൂലപാപങ്ങൾ. ജന്മനാ തന്നെ നാം പാപികളാണ്. അതായത് യെരൂശലേം ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പാപിയായിരിക്കുക? അത് ജന്മപാപമാണ്. അത് മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ഞാൻ പാപിയാണ് എന്ന് പറയുമ്പോൾ അത് ജന്മപാപം വഴി തലമുറയായി മനുഷ്യനിലേക്ക് പകർത്തപ്പെട്ടതാണ് ഈ മൂലപാപം. അത് മനുഷ്യനെ നശിപ്പിക്കാനായി പിശാച് മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ച് നൽകിയതാണ്. ഈ പാപത്തിന്റെ ഉടമയാണ് എല്ലാ മനുഷ്യരും. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരിക്കാതെ ഇരിക്കാനായി സൃഷ്ടിച്ചതാണ് ദൈവം മനുഷ്യനെ. എന്നാൽ ഈ മനുഷ്യൻ